ഇവിടുത്തെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല് വാങ്ങുന്ന ആളും ഗവൺമെന്റും മാത്രമേ അറിയൂ. പിണറായി വിജയൻ പറഞ്ഞു ഇതിങ്ങനെ പരസ്യമായി കൊടുക്കരുത്, അത് ആളുകളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കും. ചില ആളുകളുണ്ടാവും, നമ്മൾ കാണുമ്പോൾ തോന്നും അവരൊക്കെ വലിയ സാമ്പത്തിക ശേഷിയുള്ളവരാണ്, പക്ഷെ അവരുടെ കാര്യം അവർക്കല്ലേ അറിയുള്ളൂ, പ്രയാസപ്പെടുന്നവരാകും. അവര് സർക്കാരിന്റെ ആനുകൂല്യം വാങ്ങുന്നു, പെൻഷൻ വാങ്ങുന്നു എന്നുള്ളത് നാലാള് അറിയുന്ന സ്ഥിതി ഉണ്ടാവരുത് എന്ന്. എല്ലാം ജലീലെ പിണറായി വിജയൻ കൊടുക്കുന്ന സക്കാത്താണ് ഈ പെൻഷൻ പൈസ. ഇത് നിൽക്കാണ്ട് സക്കാത്ത് കൊടുക്കണവരിങ്ങനെ പറയണത് പെൻഷൻ പൈസ ഓരോ മനുഷ്യന്റെ അവകാശമാണ്. ഒരു മനുഷ്യന് എന്തൊക്കെ നീതി അടക്കുന്നുണ്ട്, എന്തൊക്കെ ടാക്സ് അടക്കുന്നുണ്ട്, എന്നിട്ട് ഓന് കിട്ടണ എന്താ 60 വയസ്സ് കഴിഞ്ഞാൽ 2000 രൂപ പെൻഷൻ പൈസ. അതിങ്ങനെ വിളിച്ചു വരത്താ ഇജ്ജ് പറഞ്ഞ കേട്ടാൽ മീൻകാരൻ്റെ അടുത്ത് കൊടുത്താക്കല്ലേ പെൻഷൻ പൈസ. ഒരു മനുഷ്യന് പെൻഷൻ അപേക്ഷിക്കുമ്പോൾ ആദ്യം ചോദിക്കൽ ബാങ്ക് അക്കൗണ്ടാ. ഇങ്ങനെ പറഞ്ഞിട്ടാൽ മാനക്കേടാണ്. ചില ആൾക്കാർ അങ്ങനെയാണ് ഇങ്ങനെയാണ്. എന്തെങ്ങനെ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന വീടും സർക്കാരിന്റെ എന്തൊക്കെ ആനുകൂല്യങ്ങളുണ്ട് ഓരോ പൗരനും അവകാശപ്പെട്ടാണ്. അത് കൊടുത്തിട്ട് ഇങ്ങനെ മഹിമ വിളിച്ചറിഞ്ഞത്തില്ല. 10 കൊല്ലം നിങ്ങൾ ഭരിക്കണേ, ഒരു 2000 റുപ്യ നിങ്ങൾ കൊടുത്ത് ഒരു സാധനത്തിന്റെ വില എനിക്കറിയോ? ഇതൊക്കെ MLA ഉള്ളൂ. അതിൻ്റെയൊക്കെ പെൻഷൻ പൈസ എത്ര? 2 വർഷമായി കഴിഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ MLAക്ക് മന്ത്രിമാർക്ക് എല്ലാവർക്കും പെൻഷൻ പൈസ ഇട്ടില്ലേ? അതൊന്നും വേണ്ട അറിയാത്ത എത്ര നിങ്ങൾ എനിക്ക് 2000 റുപ്യ പെൻഷൻ പൈസ ഇട്ടണേ? എല്ലാം വാങ്ങി നക്കിയിട്ട് പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കാൻ നടക്കുക. എല്ലാം ഇതിങ്ങനെ വിളിച്ചാലുണ്ട് എന്ത് കിട്ടാൻ? ഏത് സർക്കാർ തന്നെയായാലും, ഇനിയിപ്പോൾ LDF സർക്കാരായാലും UDF സർക്കാർ നേതാക്കന്മാരും ഇത് വിളിച്ചു പറയില്ല. ഇതൊന്നും നല്ല ഇത് നിങ്ങൾ ജനങ്ങളെ അപമാനിക്കുകയാണ്. ഒരു 2000 റുപ്യ കൊടുത്തിട്ട് അതിങ്ങനെ വിളിച്ചറിയാം. ഇന്നാളൊക്കെ പറഞ്ഞിട്ടുണ്ട് പിണറായി കൊടുത്ത പൈസയും വാങ്ങി ചായയും കുടിച്ചിട്ട് പിണറായിനെ ചീത്ത തരണെന്ന്. നിങ്ങൾ അങ്ങനത്തെ എടുത്തു കൊടുക്കണുള്ളതൊക്കെ ഇതേത് നേതാക്കന്മാരായാലും ഇത് പറയേണ്ടി ഞാൻ പറയും. പാവപ്പെട്ട ജനങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ വാങ്ങാൻ ഒരു മനുഷ്യനും ഇടങ്ങാറാണ്ട്. അത് കിട്ടുന്ന ഫുള്ള് വാങ്ങിയോളി. നമ്മളെ നീതി പണം ഒരു വീടിൻ്റെ ഇത് എത്ര ഇപ്പോൾ എന്തൊക്കെ നിങ്ങൾ കൂട്ടിയത് ഇപ്പോൾ ഒരു 2000 റുപ്യ കൊടുക്കണേന് എല്ലാം എന്നിട്ട് ഇങ്ങനെ വന്ന് ചിലക്ക് അതിലിരുന്നിട്ട് നാണോ മാനല്ലേ മരങ്ങൾക്കൊന്നും പാവപ്പെട്ട ജനങ്ങൾക്ക് കൊടുത്ത് ഇങ്ങനെ വിളിച്ചറിയാൻ.